കേരളത്തിലെ ആളൊഴിഞ്ഞ വീടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങൾക്ക് കൈമാറുന്ന അതിഥി തൊഴിലാളി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കേരള പോലീസ്. കർണാടക, ഹരിയാന, തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങൾക്കാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ഇവർ കൈമാറുന്നത്. ഇങ്ങനെ വിവരങ്ങൾ കൈമാറുന്ന സംഘത്തിന് കവർച്ചാ സംഘം കളവ് മുതലിൻ്റെ ഒരു ഷെയർ കമ്മീഷനായി ഇവർക്ക് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് മാങ്ങാനത്ത് വീട് കുത്തിപ്പൊളിച്ച് 50 പവൻ സ്വർണം കവർന്നത്. മാങ്ങാനത്ത് അമ്പുക്കയത്ത് അന്നമ്മ തോമസ്, മകൾ സ്നേഹ ബി ഫിലിപ്പ് എന്നിവരുടെ സ്വർണമാണ് ശനിയാഴ്ച പുലർച്ചെ കള്ളന്മാർ കവർന്നത്. അന്നമ്മയ്ക്ക് ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് പുലർച്ചെ 2 മണിക്ക് ആശുപത്രിയിൽ പോയി രാവിലെ 6-ന് മടങ്ങിയെത്തിയപ്പോഴാണ് ഇവർ മോഷണ വിവരം അറിഞ്ഞത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ മോഷ്ടാക്കൾക്ക് വിവരങ്ങൾ കൈമാറുന്നവരുണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞു. ഇവരുടെ സഹായം ഈ മോഷണത്തിന് ലഭിച്ചതായും കേരള പോലീസ് സംശയിക്കുന്നു. മാങ്ങാനം സ്കൈലൈനിൽ ഹൗസിംഗ് കോളനിയിലെ 3ഓളം വില്ലകളിൽ താമസക്കാരില്ല. ഇവർ വിദേശ രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ഇവിടെ മോഷണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് കർണാടകയിലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ചാ സംഘം എത്തിയത്. സംഘം ട്രെയിൻ ഇറങ്ങിയത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നഗരത്തിലെത്തിയെന്നാണ് പോലീസിൻ്റെ നിഗമനം. വെള്ളിയാഴ്ച രാത്രി 11 മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ 12-ന് ഇടയിൽ മോഷണ സംഘം പാംബിഡോസിലെ 18-ാം നമ്പർ വില്ലയിലെത്തി വില്ലയിലെ വാതിൽ തകർത്ത് അകത്ത് കടന്ന് മോഷണം നടത്തിയെന്നാണ് പോലീസ് ഭാഷ്യം. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനായി കേരള പോലീസ് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ കർണാടകയിലും തമിഴ്നാട്ടിലും ഇവർക്കെതിരെ കേസുകൾ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെത്തിയിട്ടുള്ള അതിഥി തൊഴിലാളികളിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കേരളത്തിലെ അക്രമ സംഭവങ്ങളും മോഷണ ശ്രമങ്ങളും മോഷണ പരമ്പരകളും നമുക്ക് ഇല്ലാതാക്കുവാനായി കഴിയുകയുള്ളൂ. നന്ദി, താങ്ക് യു, നമസ്കാരം.